ഇയാൾക്ക് പക്വതയില്ല, ഇയാൾ എന്ത് താന്ത്രികം എന്ന് ചോദിക്കുമ്പോഴേ കിണ്ടിമണി എടുത്ത് അടിച്ച് ദൈവത്തെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് പ്രസാദം 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ തരുന്ന പൈസ ഇങ്ങനെ വാങ്ങി അരയിലും വെച്ച് 2.5 കോടി സർവീസ് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നീട് സ്വർണം കക്കുമ്പോൾ പിന്നണിയിൽ നിന്നിട്ട് കട്ടോ എന്ന് പറഞ്ഞിട്ട് കട്ട നേരത്തെ ആരെങ്കിലും കയറി വരുമ്പോൾ അയ്യോ ഞാൻ കട്ടിട്ടില്ല എന്ന് പറയാൻ ആ തന്ത്രിയല്ല ഞാൻ. മറ്റതൊക്കെ പുണ്യാളന്മാരുടെ തന്ത്രമായിരിക്കാം, ആ വിശ്വാസമായിരിക്കാം, അതിൽ ഞാനില്ല. അതുകൊണ്ട് അടിഞ്ഞാട്ടം ഞാൻ കളിക്കും. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ ശിവനൊക്കെ ഇപ്പോഴത്തെ ശിവനൊക്കെ ഉണ്ടാവുന്ന എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ആജീവിക മതമില്ല. ഇവിടുത്തെ ട്രൈബ് ഇപ്പോൾ ഹിന്ദു ആയിട്ട് അറിയപ്പെടുന്നത്. ട്രൈബ് സത്യത്തിൽ ഒരു മതത്തിൻ്റെയും ഭാഗമല്ല, അവർക്ക് ആചാരവിശ്വാസങ്ങൾ വേറെയല്ലേ. ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു യേശുവിന് പറയാം, മുഹമ്മദിന് പറയാം, കൃഷ്ണന് പറയാം. ഇപ്പോഴൊരു മനുഷ്യനെ ഉറഞ്ഞു പറഞ്ഞാൽ അത് പറ്റില്ല, അത് ആൾ ദൈവമാണ്, അത് പറ്റിപ്പാണ്. കാരണം ഞാൻ വരുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഇതൊന്നും ഒരു ദൈവം ഉണ്ടാവട്ടെ, ഇതൊന്നും ഒരു ഗുരു ഉണ്ടാവട്ടെ. നാരായണ ഗുരു കടുവേൻ്റെ ഒപ്പം ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആർക്കും യോഗൻ്റെ മോളെ കടുവയോടൊപ്പം ഗുഹയിൽ നിന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞാലോ. ഞാൻ ദൈവപുത്രനാണെന്ന്. ബ്രാഹ്മണിസം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരു ഇന്ത്യൻ പ്രസിഡന്റിനായിരിക്കാൻ ഒരാൾക്ക് പറ്റും, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ ഷെഡ്യൂൾ കാസ്റ്റുകാരോ ഷെഡ്യൂൾ ട്രൈബിനൊക്കെ പറ്റും. പക്ഷെ ഹിന്ദുവിൻ്റെ ചീഫ് പ്രീസ്റ്റ് ആയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ബാധ പോയി അവന് തോന്നണ്ടേ? ആ തോന്നണമെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അവന് തോന്നാൻ തോന്നി, ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ജഗതി പറഞ്ഞ പോലെ എൻ്റെ കുതിര ആ കുതിരയല്ല, എൻ്റെ കുതിര കറുത്ത കുതിരയാണ്, ഇത് വെളുത്ത കുതിരയാണ്, ജഗതി തന്നെ പോകും. എന്തായാലും ആക്ച്വലി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, പേരൻസ് ഇട്ട പേര് ചണ്ടാള ബാബ എന്നല്ലല്ലോ, അല്ല, എന്തായിരുന്നു ആ പേര്? എൻ്റെ പേര് എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര്. കുട്ടി ജനിച്ചപ്പോൾ എന്താ വെച്ചാൽ അവർ പേര് വിളിച്ചത് ഉണ്ണി എന്നാണ് എന്നെ വിളിച്ചത്. അതിനുശേഷം ഗുരുവായൂർ കൊണ്ടുപോയിട്ടാണ് അച്ഛനും അമ്മയും എന്നെ ചോറൂണാണ്. ആ സമയത്ത് പേരിട്ടത് ബിജു എന്നാണ്. അതിനുശേഷമാണ് ഉപനയനം വേദം പഠിക്കണം എന്നൊരാഗ്രഹമായിട്ട് ചെന്നെത്തിയത്. സിംഹത്തിൻ്റെ മടയിലായിരുന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഉപനയനം കഴിഞ്ഞ് നാരായണ ശർമ്മ, 2 വയസ്സ് ബിജു നാരായണ ശർമ്മ. ദേവസ്വം ബോർഡിൽ എൻ്റെ പേര് ഇപ്പോൾ കിടക്കുന്നത് ബിജു നാരായണ ശർമ്മ, അതുപോലെ തന്നെ ബിജു പി ചെറുമൻ മലവാരിപ്പാട്, ഇങ്ങനെ 2 പേരിലാണ് ദേവസ്വം ബോർഡിൽ കിടക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ ആ ക്വാളിഫിക്കേഷൻ പേര് കൊണ്ട് അറിയാം. അപ്പോൾ എൻ്റെ പഠനം പൂർണ്ണദീക്ഷിതനായ സമയത്ത് ഗുരു എനിക്ക് വേറൊരു പേരിട്ടു. അതാണ് സത്യത്തിൽ ഇപ്പോൾ എൻ്റെ പേര് പറയാൻ പറ്റുള്ളൂ, ഇതൊന്നും പറയാൻ പാടില്ല എന്നാണ് ഹിന്ദു വിശ്വാസപ്രകാരം. അത് സ്വാമി വിവേകാനന്ദ, അല്ലെങ്കിൽ പരാഭട്ടാരക വിവേകാനന്ദനാഥ വാദതർ, വലിയൊരു പേരാണ്. ഏതൊരു ചാനലിൽ ഇങ്ങനെ കൊടുത്തപ്പോൾ ഈ പേരൊക്കെ വന്നപ്പോൾ സത്യത്തിൽ ട്രോൾ വന്നിരുന്നു. ഈ പേരൊന്നും പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റ് വീഡിയോ കണ്ടന്റ് ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ബാക്കി എവിടെയെങ്കിലും ചേർത്തോളൂ, ഇതിൻ്റെ ഇടയിലൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ അത് ഇത്തരം പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. പക്ഷേ ഈ ബ്രാഹ്മണിസം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരു ഇന്ത്യൻ പ്രസിഡന്റിനായിരിക്കാൻ ഒരാൾക്ക് പറ്റും, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ ഷെഡ്യൂൾ കാസ്റ്റുകാരോ ഷെഡ്യൂൾ ട്രൈബിനൊക്കെ പറ്റും. പക്ഷേ ഹിന്ദുവിൻ്റെ ചീഫ് പ്രീസ്റ്റ് ആയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്നും ദേവസ്വം ബോർഡ് ലിസ്റ്റിൽ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ഒരു തന്ത്രിയായിട്ട്, ചീഫ് പ്രീസ്റ്റായിട്ട്. ഈ രാജ്യത്ത് തന്നെ എൻ്റെ പേരേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് പലർക്കും തോന്നും. ആ ഒരാൾ ആ ലിസ്റ്റിൽ ഇരിക്കാൻ പെടുന്ന പാടും പെടാപ്പാടും ഇനി പെടാൻ പോകുന്ന പാടും ഒക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കേൾക്കുക. അതുകൊണ്ട് വിവേകാനന്ദനാഥൻ, ആ വിവേകാനന്ദനാഥൻ എന്നുള്ള ദീക്ഷാനാമം, അതാണ് ശരിക്കും എൻ്റെ പേര്. എൻ്റെ ആശ്രമത്തിൻ്റെ മഠാധിപതിക്ക് ഇട്ട പേരാണ് മഹാചണ്ടാള ബാബ. എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഫ്രീഡം ഫൈറ്റിന് അങ്ങനെയുള്ളൊരു മഠാധിപതി ആയിരിക്കണം ആ മഠത്തിൻ്റെ അധിപതി. എനിക്ക് ശേഷം വരുന്നവനും അല്ലെങ്കിൽ വ്യക്തിപരമായ പേര് എനിക്ക് ശേഷം വരുന്നവനും ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ഇപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയുടെ ഇന്ന ബാബ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മഠാധിപതി ശങ്കരാചാര്യന്മാർ വരുമ്പോൾ ശങ്കരാചാര്യൻ തന്നെ പറയാം, ആൾക്കാരുടെ പേര് പറയാം. ഇത് പറഞ്ഞല്ലോ ഈ മഠത്തിൻ്റെ അധിപതിയായിട്ട് ആര് ഏത് കാലത്ത് വന്നാലും അയാൾ ചണ്ടാള ബാബ പറഞ്ഞാലും പേഴ്സണൽ പേരൊക്കെ ഒഫീഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചണ്ടാള ബാബ, കാരണം ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, മുട്ടുകുത്തിച്ചവനാണ്, മുട്ടുകുത്തിയവനല്ല, അങ്ങനെയുള്ളവരുടെ അച്ഛനാണ് എന്നുള്ള പേരിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തിനാ ബിജു എന്ന പേരിന് എന്താ കുഴപ്പം? ഒരു ചില ആൾക്കാർ കണ്ടുപിടിച്ച പോലെയൊക്കെ പറയും. ഒരു കണ്ടുപിടുത്തം വേണ്ട. ഞാൻ എൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ച്, എൻ്റെ നാട്ടുകാരെ സംബന്ധിച്ചിട്ട്, എൻ്റെ സ്വന്തക്കാരെ സംബന്ധിച്ച് അവർക്ക് ബിജു ആയിരിക്കും. പക്ഷേ ഞാൻ പറയുക, പേരെന്താണ് എപ്പോഴും ഒരു വ്യക്തിത്വം കൂടിയാണ്. ബിജു എന്ന വ്യക്തി ഇപ്പം ഇല്ല. ബിജു ഇങ്ങനെയല്ല. ബിജു സ്കൂളിൽ കളിച്ച് ചിരിച്ച് മിമിക്രിയും കാണിച്ച് നടക്കുന്ന ഒരു പയ്യനാണ്. ആ ബിജു ഇല്ല. അതൊക്കെ 18 വയസ്സിലെ തീർന്നു. ആ ഒരു ബിജുവിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ മിമിക്രി കാണിക്കാൻ? മിമിക്രി കാണിക്കാൻ വേറൊന്നുമില്ല. ഞാൻ ഈ പൂജയ്ക്ക് പഠിക്കാൻ വരുന്ന പിള്ളേരോട് എന്തെങ്കിലും പാണ് നേരത്തെ എന്താ പറയുക, എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഈ ജഗതി ഉണ്ടല്ലോ, ഈ കുതിരയെ കാണുന്ന നേരത്ത് മോഹൻലാൽ ഏറ്റവും വിശ്വാസത്തിൻ്റെ കാര്യം, ഈ ആവാഹനം എന്നൊക്കെ പറയുമല്ലോ. ഈ ആവാഹനം പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഈ ആവാഹിക്കലൊക്കെ എന്തിനാ, അല്ലാണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ പോരെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, എടാ അതിനെന്താ കുഴപ്പം വെച്ചാൽ അവന് ബാധയുണ്ടെന്ന് അവൻ്റെ ബോധ്യമാണ്. ആ ബാധ പോയി എന്ന് അവന് തോന്നണ്ടേ?
ആ തോന്നണമെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അവന് തോന്നാൻ തോന്നി, ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ജഗതി പറഞ്ഞ പോലെ എൻ്റെ കുതിര ആ കുതിരയല്ല, എൻ്റെ കുതിര കറുത്ത കുതിരയാണ്, ഇത് വെളുത്ത കുതിരയാണ്, എൻ്റെ ജഗതി തന്നെ പോവും. ഇത് പറയാൻ വേണ്ടി പറയുക ഹാർത്തിപൂത്ത് പ്രാന്തായത, ഇതൊക്കെ ഞാനവിടെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നാച്ചുറലി സംസാരിക്കുന്ന ഗൗരവമായിട്ടുള്ള ആത്മീയത അല്ല ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഡ്യൂപ്പേ ഞാനിവിടെ ചവച്ചരച്ചിരുന്ന ഈ തേങ്ങയും അതുപോലെ തന്നെ മുളകൊന്നും കാണാനില്ലല്ലോ, നീ എന്ത് ചെയ്തു? തിരുമേനി ചവച്ച് വെച്ചതാണോ? ഞാൻ വിചാരിച്ചു തേങ്ങ ചമ്മന്തിയാണത്. തിരുമേനി ഡ്യൂപ്പേ തിരുമേനി അതോ ചൈനയുടെ വൻമതിലല്ലേ കാണുന്നത്? പൊട്ട, അത് ചൈനയുടെ വൻമതിലല്ല, ആളുകൾ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ക്യൂ. ഇതൊക്കെ പണ്ടും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ. അല്ല ഇത് വെച്ച് പക്ഷേ ആത്മീയത പണമടുത്ത് എല്ലായിടത്തും എല്ലാവർക്കും. ഇപ്പോൾ തന്നെ ഞാൻ പേനഷിട്ട് കൊടുത്തു. ഇപ്പോൾ മകൻ്റെ കൂടെ ഞാൻ മറ്റേ ബബ്ബ അതെന്ന് വെച്ചാൽ മോൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അത് കളിക്കുമ്പോൾ എല്ലാവർക്കും ഇയാൾ എന്ത് തന്ത്രിയാണ്, പക്വതയില്ലാത്ത തന്ത്രി. തന്ത്രം എന്ന് പറഞ്ഞാൽ 64 കലകളെ അറിയുന്നവനാണ് യഥാർത്ഥ തന്ത്രി. 64 കലകൾ. അതിലൊരു കലയാണ് നൃത്തം, വരയ്ക്കൽ, അഭിനയം, നാട്യശാസ്ത്രമൊക്കെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. നാട്യശാസ്ത്രം ഈ പറഞ്ഞ എന്താ പറയുക, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന് കൃത്യമായി അതിൻ്റെ വ്യാഖ്യാനത്തോടുകൂടി വിശദീകരിച്ച ഒരു നല്ലൊരു താന്ത്രികനാണ് അഭിനവഗുപ്തൻ എന്ന് പറയും. വളരെ വ്യക്തി എല്ലാ ശാസ്ത്രങ്ങളും കഴിഞ്ഞ ആളാണ് അഭിനവഗുപ്തൻ നാട്യശാസ്ത്രം എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തിന് ശിവമുഖത്തു നിന്നാണ് ഇത്തരം കലകളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു താന്ത്രികന് പിന്നെ ക്ഷേത്രത്തിൽ വാതിലടച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് അറിയുണ്ടാവില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ വാതിൽ പ്രസന്ന പൂജ എന്നൊക്കെ പറയും. നിവേദ്യം കഴിഞ്ഞിട്ട് ആ പ്രസന്ന പൂജ നൃത്തം സമർപ്പയാമി, വാദ്യം സമർപ്പയാമി, ഗീതം സമർപ്പയാമി, സർവോപചാരം സമർപ്പയാമി എന്നൊക്കെ പറയും. നൃത്തം, ഗീതം, വാദ്യമൊക്കെ ദൈവത്തിന് കൊടുക്കാനാണ് പോണത്. ആ പറയുന്ന ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഞാൻ ഒരു മിമിക്രി കാണിച്ചാലോ, ഒന്ന് അഭിനയിച്ചാലോ, ഒന്ന് നൃത്തം കളിച്ചാലോ കൊഴിഞ്ഞു വീഴുന്നതാണ് തന്ത്രി എന്ന വാല്യൂ എങ്കിൽ പോകാൻ പറയും ഞാൻ. കാരണം 64 കലകൾ താന്ത്രികൻ അറിയണം. 64 ഇല്ലെങ്കിലും എന്തെങ്കിലും അറിയണ്ടേ? അത്യാവശ്യം ചെണ്ട കൊട്ടാനും അറിയാം, കാല് വെക്കാനറിയാം, വലിയ ക്ലാസിക്കൽ സംഗീതം അറിയില്ലെങ്കിൽ അത്യാവശ്യം പാടാൻ കഴിയും, സംസാരിക്കാൻ പറ്റും, വരയ്ക്കും. ഒരു വ്യക്തിക്ക് ഇതിനകത്തിന് ശില്പം കൊത്താൻ വയ്ക്കും, കൽപ്പണി എടുക്കാൻ പറ്റും, ഒക്കെ അത്യാവശ്യം എനിക്കറിയാം. മാജിക്, നിലമ്പൂർ പതിവുകാലം മാജിക്കിൻ്റെ കുറച്ച് ബാലപാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒക്കെ. അപ്പം 64 കല ഇല്ല, ഇപ്പോൾ ഒരു മാജിക്കും ഇല്ല. മാജിക്ക് പ്രിപ്പറേഷനാണ്. ഞാൻ അതിനായിട്ട് നടക്കുന്ന ആളല്ല, അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാനത് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഞാനത് ചെയ്യാറുമില്ല. പക്ഷേ എനിക്ക് പണി അറിയാവുന്ന അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ 64 കലകളാണ് ഉൾപ്പെട്ടതാണ് തന്ത്ര എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് പക്വതയില്ല. ഇയാൾ എന്ത് താന്ത്രികം എന്ന് ചോദിക്കുമ്പോഴേ കിണ്ടിമണി എടുത്ത് അടിച്ച് ദൈവത്തെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് പ്രസാദം 10 കിലോമീറ്റർ അപ്പുറത്ത് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ തരുന്ന പൈസ ഇങ്ങനെ വാങ്ങി അരയിലും വെച്ച് 2.5 കോടി സർവീസ് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നീട് സ്വർണം കക്കുമ്പോൾ പിന്നണിയിൽ നിന്നിട്ട് കട്ടോ എന്ന് പറഞ്ഞിട്ട് കട്ട നേരത്തെ ആരെങ്കിലും കയറി വരുമ്പോൾ അയ്യോ ഞാൻ കട്ടിട്ടില്ല എന്ന് പറയാൻ ആ തന്ത്രിയല്ല ഞാൻ തന്ത്രശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന തന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കരയുന്ന മനുഷ്യൻ്റെ ഒപ്പം, ചിരിക്കുന്ന മനുഷ്യൻ്റെ ഒപ്പം, ആടുന്നവൻ്റെ ഒപ്പം, പാടുന്നവൻ്റെ ഒപ്പം, നടക്കുന്നവൻ്റെ ഒപ്പം, കർഷകൻ്റെ ഒപ്പം, മീൻചന്തക്കാരൻ്റെ ഒപ്പം ഒക്കെ പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കാൻ വയ്ക്കുന്നത്. മറ്റതൊക്കെ പുണ്യാളന്മാരുടെ തന്ത്രമായിരിക്കാം, വിശ്വാസമായിരിക്കാം, അതിൽ ഞാനില്ല. അതുകൊണ്ട് ഈ മിമിക്രി മാത്രമല്ല, ഞാൻ എന്തെങ്കിലും ഇവിടെ ചാനലിൽ ഞാൻ ഇതുപോലെ തന്നെ മോൻ്റെ അവൻ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ അപ്പം അവിടെ നിന്ന് ഈ പറഞ്ഞ അഴിഞ്ഞാട്ടം ഞാൻ കളിക്കും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാനായിട്ടേ ഞാൻ ജീവിക്കുള്ളൂ, ഞാനല്ലാത്ത ഞാനുണ്ടാകില്ല. എനിക്ക് ഗാന്ധി ആവാൻ പറ്റില്ല, എനിക്ക് അംബേദ്കർ ആവാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ചിട്ട് ആവൂല്ല. എനിക്ക് ഞാനാകാനേ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പം അതാണ്. അപ്പം അതുകൊണ്ട് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് പൂജ എന്നൊക്കെ ആൾക്കാർ അതല്ല. തന്ത്രം എന്ന് പറഞ്ഞാൽ അതേ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം നമ്മൾ തന്നെയാണെന്ന് ബോധ്യപ്പെടാനുള്ള ട്രിക്കാണ്. ആ ട്രിക്കിന് പറയുന്ന പേര് മാത്രമാണ് തന്ത്രം. തന്യതേ വിസ്താരിതേ ജ്ഞാനം അനേന ഇതി തന്ത്ര എന്നാണ്. എന്നുവെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ അറിഞ്ഞ അറിവിനെ നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അനുഭവത്തിൽ ഏർപ്പെടുത്തുന്ന സംഭവം. അറിഞ്ഞ അറിവ് എന്താണ്? ദൈവമുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ, ദൈവമുണ്ട്, രക്ഷിക്കുന്നവനാണ്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതുണ്ടെന്ന് ബോധ്യപ്പെടണം. ആരോ പറഞ്ഞതല്ല, നമുക്ക് ബോധ്യം വേണം. ആ ബോധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പദ്ധതികൾ ചേർത്ത് പറയുന്ന പേരാണ് തന്ത്ര. അപ്പോൾ അത് ബോധ്യപ്പെടേണ്ട എല്ലാ മാർഗ്ഗങ്ങളും ആവാം. ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലായില്ലെങ്കിലോ? കണ്ണ് കാണില്ല എന്ന് കരുതാം, അന്നെ എന്ത് ചെയ്യാൻ പറ്റും? തൊട്ട് നോക്കേണ്ടി വരും, ഇല്ലേ? അപ്പോൾ പറയാം ഇവിടെ ഒരാളുണ്ട്, തപ്പിയിട്ട് ഇങ്ങനെ പറയാം അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ അതൊരു സിനിമയിൽ കുട്ടി വരയ്ക്കുന്ന പോലെയൊക്കെ കഴിവൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. അതല്ലെങ്കിലോ ചിലപ്പോൾ മണത്തിട്ടവൻ കണ്ടുപിടിക്കുക, ഇല്ലേ? അങ്ങനെ പല പക്ഷേ ആ ബോധ്യത അത് ദൈവത്തിൻ്റെ കാര്യത്തിലുണ്ടാവും. അതിനുപയോഗിക്കുന്ന ഒരു ട്രിക്ക് മാത്രമാണ് തന്ത്രം. ആ തന്ത്രത്തിൽ 64 കലകളുണ്ട്. അതിലൊന്നാണ്
നാട്യശാസ്ത്രത്തിൻ്റെ നൃത്തമായാലും ശരി, അഭിനയമായാലുള്ളതാണ്. അത് ചെറുപ്പത്തിലെ അത്യാവശ്യം ചുവട് അവിടെ നാട്ടിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഭരതനാട്യം മറ്റുള്ളതൊക്കെ. അല്ലാണ്ട് ഞാൻ സ്റ്റേജ് പെർഫോമൻസറാണ്. ഇപ്പോഴും ഞാൻ പറയാം തന്ത്ര പെർഫോമറാണ്. ഞാൻ ഇപ്പോൾ ആശ്രമത്തിൽ ആൾക്കാർ പറഞ്ഞു തന്ത്രി എന്ന് പറഞ്ഞിട്ട് പൂജാരി എന്നുള്ള പേരിൽ വേണ്ട, ഇനി ഞാൻ പെർഫോമർ ആവട്ടെ. കാരണം പൂജാരി എന്ന് പറയുമ്പോഴാണല്ലോ ആൾ ദൈവവും അതുപോലെ തന്നെ വിശ്വാസിയൊക്കെ ആവുന്നത്. നമുക്ക് പെർഫോം ചെയ്യാം, പൂജ പെർഫോം ചെയ്യാം. അപ്പോൾ പെർഫോമൻസ് ആണ്. ദക്ഷിണ വേണ്ട, ടിക്കറ്റിന് പൈസ വാങ്ങിയാൽ മതി. ഓക്കെ, ഇങ്ങോട്ടടിച്ച് അതേപോലെ അങ്ങോട്ടടിക്കും. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ പരിപാടികൾ അധികം ഇങ്ങനെയായിരിക്കും, ടിക്കറ്റ് വെച്ചിട്ടൊക്കെ പരിപാടി ഉണ്ടാകുക. കാരണം അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ടിക്കറ്റ് വെച്ച് പൂജ നടത്താമല്ലോ, അല്ലെങ്കിൽ നടത്താം. പക്ഷെ ടിക്കറ്റ് വെച്ച് പൂജ നടത്തുമ്പോൾ ആളുകൾക്ക് തുള്ളാം, വിറയാം, ചിരിക്കാം, നടക്കാം, പാട്ട് പാടാം, കാല് പൂജയൊക്കെ ചെയ്യുന്നതാണ് പെർഫോമൻസാണ്. ഇപ്പോൾ പെർഫോമൻസ് ആണെങ്കിലും ഇപ്പോൾ ദക്ഷിണയാണെങ്കിലും ഇപ്പോൾ ആത്മീയത ഒരു ബിസിനസ്സായി മാറുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നോക്കി കാണുന്നു? ബിസിനസ്സാണെന്ന് പറഞ്ഞാൽ എല്ലാം ബിസിനസ്സാണോ? കാരണം ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു മീൻ കച്ചവടക്കാരാണെന്നിരുതാ. എൻ്റെ മീൻ എനിക്ക് കടലിൽ നിന്ന് വെറുതെ കിട്ടിയതാ. ഞാൻ കൊണ്ടുകൊടുക്കുന്ന പൈസയ്ക്ക് കൊടുക്കുന്നത്, അല്ല അവൻ പോയിട്ട് കടലിൽ കഷ്ടപ്പെട്ടല്ലേ. ഇവിടെ ഇതുപോലെ തന്നെയാണ് ആത്മീയതയിൽ ഒരാളിപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് പഠിച്ചു വരുന്നതാണ്, വർഷങ്ങളുടെ പഠനം കഴിഞ്ഞാൽ. ഇത് വെറുതെ പറയുന്നതല്ലല്ലോ, പഠിക്കാതെ വരുന്ന ആൾക്കാരില്ലേ ഉണ്ടാവും. അവരും മെനക്കെടല്ലേ, അവർ എന്താ പറയുക, അവരുടെ സമയം കണ്ടെത്തി ഒരു രഘുവും വെള്ളിയും വെച്ച് തുള്ളുകയാണ്. ഇതൊക്കെ ശരിയാണോ? ശരിയും തെറ്റും അങ്ങനെ ഞാൻ പറയുക. ഇതിനാളുള്ളതുകൊണ്ടല്ലേ പോകുന്നേ. സമൂഹം തിരിച്ചറിയാൻ വേണ്ടതേ. അപ്പം ഇത് ശരിയാണ് എന്ന് 100% ഉറപ്പിച്ച് പറയുന്നില്ല. ഞാൻ പറയില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുന്ന യേശു പറഞ്ഞത് തന്നെയാണ്. നിങ്ങളല്ലേ പോകുന്നേ. ഇപ്പം ഞാൻ പറയുകയാണ് ഇന്നത് ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ എന്നെ മാറ്റി പിടിച്ച് വേറൊരാളെ തേടിപ്പോകും. കാരണം ആളുകളുടെ അനുഭവമാണ്. നിങ്ങളിനി എത്ര ദൈവം കൊണ്ട് പരിഹസിച്ചാലും ശരി, ഇത് പറ്റിപ്പാണെന്ന് പറഞ്ഞാലും ശരി, ജനങ്ങളുടെ ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് അവരുണ്ടാക്കുന്നവർ ലക്ഷങ്ങളും കോടി കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം അടുത്ത് ടാറ്റേൻ്റെ ആരുടെ മകൻ്റെ കല്യാണം നടന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഗംഭീര പൂജയൊക്കെ തന്നെ അവർ നടത്തുന്നേ. ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഗവർണറുടെ ആലയത്തിൽ ഗംഭീര കളമ്പാട്ട് നടന്നു. അറിയാം നിങ്ങൾക്ക് കേരളത്തിൻ്റെ? ഇവരെ മാത്രമല്ല, ഇപ്പം മുസ്ലിം രാജ്യങ്ങൾ പറയുന്ന ആൾക്കാർ ഭരിക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? ക്രൈസ്തവമായിട്ട് നടക്കുന്നില്ലേ? അവിടെയെല്ലാം അവർ വെക്കുന്നത് നമ്മൾ കാലാകാലമായി ആദരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെയാണ്. പക്ഷേ ബാബാജിയിലേക്ക് കാലാകാലം, ഈ കാലാകാലം എന്താ? കാലാകാലം 1400 വർഷം മുമ്പ് മുഹമ്മദ് പറഞ്ഞ അള്ളാഹ് എല്ലാന്ന് മോഹൻമാൻ തന്നെ പറയുന്നുണ്ട്. അതിന് മുമ്പുള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പ് അള്ളാണെങ്കിൽ എല്ലാവരും അള്ളാഹ് വിളിക്കണം. എന്നിട്ട് ഇല്ലേനും യേശു അള്ളാഹ് പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഇവിടെ ചെന്നിപ്പോൾ നമ്മൾ ബ്രഹ്മം ശിവം വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്ന് ബ്രഹ്മം വിഷ്ണു ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ എടുക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ ശിവനൊക്കെ ഇപ്പോഴത്തെ ശിവനൊക്കെ ഉണ്ടാവുന്ന എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആജീവിക മതമില്ലേ? ന്യായ വൈശേഷിക യോഗമാർഗങ്ങൾ സ്വതന്ത്രമായിരുന്നില്ല. നമ്മൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഇതൊക്കെ ഇടുന്നത്. ആജീവിക മതത്തെ ഗോശാലിനെ കുറിച്ച് എന്തറിയാം ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട്? ഗോശാലിനെ കുറിച്ചിട്ട് ബുദ്ധ ജൈന മതങ്ങൾക്ക് മുമ്പേ ഗോശാലിൻ്റെ മതമുണ്ട്, ആജീവിക മതം. ആജീവിക മതക്കാരുടെ കാഴ്ചപ്പാടേ വേറെയാണ്. ഇവിടുത്തെ ഇപ്പോൾ ട്രൈബ് ആദിവാസി വിഭാഗങ്ങൾക്ക് സ്വന്തമായി ഇവിടുത്തെ ട്രൈബ് ഇപ്പോൾ ഹിന്ദു ആയിട്ട് അറിയപ്പെടുന്നു. ട്രൈബ് സത്യത്തിൽ ഒരു മതത്തിൻ്റെയും ഭാഗമല്ല. അവർക്ക് ആചാരവിശ്വാസങ്ങൾ വേറെയല്ലേ, പരമ്പരാഗതല്ലേ. ചാത്തനും മാടനും മറുതേക്കട്ട് പരമ്പരാഗതല്ലേ. ഇനി ഗുരുക്കന്മാരെ ആരാധിക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദൈവം എന്ന് പറയാൻ പറ്റുമോ? ആ പരമ്പരാഗത ട്രഡീഷൻ അല്ലേ? ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. മരങ്ങളെയും മലകളെയും നദി ഒക്കെ. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ബാബാജി പരമ്പരാഗത ഒരു ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമല്ല ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഭാവിയിൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും ഭാവിയിൽ നടക്കില്ല. ഭാവിയിൽ എല്ലാവരും ഫാസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അമ്പലം, ആലയം, ആരാധന, നിസ്കാരം ഇതൊന്നും സാധ്യമാവില്ല. അവർ വളരെ സംഘർഷങ്ങളും അവരുടെ മനസ്സ് സംഘർഷത്തിൽ പെടും. അപ്പോൾ അവർക്ക് എങ്ങനെ മാനസിക സംഘർഷത്തിൽ നിന്ന് അവർക്ക് അത് മാറ്റമുണ്ടാക്കാം? അവർക്ക് ഇപ്പോഴുമുള്ള ഈ വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും ചെറിയ വശങ്ങൾ കൊണ്ടുനടക്കാം. എന്തിനു വേണ്ട? അല്ലെങ്കിൽ മറ്റുള്ളതിനെ തേടും. ആത്മീയ ആനന്ദം ഉണ്ടാകുമ്പോൾ ലഹരിക്ക് അടിമപ്പെടില്ല എന്നൊരു ബോധ്യമാണ് എനിക്കുള്ളത്. അപ്പോൾ ബോധ്യമാണ് എനിക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിന് പറ്റുന്നതിന് ക്യാപ്സ്യൂൾ മാർഗ്ഗത്തിൽ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ചെറിയ സാധനം കൊടുത്തു വെക്കണം, അത് ഉണ്ടാക്കി വെക്കണം. അതിന് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം. ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നത് ഞാൻ തന്നെ പോകണം. ഈ വിഗ്രഹത്തിലല്ല ദൈവം, യൂണിവേഴ്സിലാണ്. വിഗ്രഹത്തിൽ എന്താ? അത് നിങ്ങളുടെ കൂടി സങ്കല്പം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇല്ല എന്നല്ല, അതിലുണ്ട്. പക്ഷെ അതിൽ മാത്രമല്ല, വലിയൊരു പാറ ഇരിക്കുക. ആ പാറേനെ നമ്മളായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ മലയൊക്കെ കാണാറുണ്ടല്ലോ. അതിനൊന്നും ആരും തൊഴില്ല. എന്നാൽ അങ്ങനെ കഷ്ണം വെട്ടി എന്നിട്ട് ബട്ടൺ കൊടുത്ത് വെച്ചു. അതിനെ തൊഴുവോ? തൊഴും. അല്ല, PK ഒക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ച സിനിമ, ഞാൻ കുറ്റം പറയില്ല. PK അതുപോലെ എന്തൊക്കെയാണ് തമിഴ് സിനിമ, ഉർവശിയുടെയൊക്കെ സിനിമ വന്നു. ഒരുപാട് കാര്യങ്ങളാണ്. കാരണം CC ക്യാമറ വെക്കുന്ന സമയത്ത്, ഇപ്പോഴല്ലേ CC ക്യാമറ ആണത്. പണ്ട് ഇവിടുത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല മുഖ്യ ഇവരൊക്കെ പറയുന്ന ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഉന്നതനായിരിക്കുന്ന ആത്മീയാചാര്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവരും ചോദിക്കും, നീ എന്താ അവിടെ കടന്ന് കളിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ അവിടെ ചെന്നപ്പോഴേ ഇത് അച്ഛൻ ഇത് ചോദിച്ചു, അമ്മ ഇത് ചോദിച്ചു, അമ്മാവൻ
ഇവർ ദൈവങ്ങളെ വിളിക്കുന്നവരാ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ വിളിക്കുന്നവരാ. ഇവരത് ചോദിച്ചു, എന്ത് ദിവ്യത്വ, ഈ CC ക്യാമറ ഒന്നും ആയിട്ട് അറിഞ്ഞില്ലേ, ഇപ്പോഴാണ് CC ക്യാമറ എല്ലാം അറിയാൻ തുടങ്ങിയതേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ വരിക്കും നിൽക്കുന്നവൻ എൻ്റെ പേരെന്താ, രാമൻ. എവിടെ സ്ഥലം? കോഴിക്കോട്. എന്താ പ്രശ്നം? എൻ്റെ മകൻ എന്താ വെച്ചാൽ കല്യാണം ശരിയാവല്ലോ. ശരി, ഇവനാണ് പോവുക ആദ്യം. പിന്നെ ഇപ്പം പോയിട്ട് കുറച്ച് സമയം പോകും. അടുത്തുള്ള സ്വാമി ചോദിക്കും, രാമനാണല്ലേ, കോഴിക്കോടാ സ്ഥലം. മകനെ കല്യാണം ശരിയായിട്ടില്ല. അപ്പം പിന്നെ ആകെ പിന്നെ സ്വാമിയേ എന്താ സംഭവത്തിന് മുന്നേ പോയാൽ മറുപടിത്താണേ. ഇത്രത്തുടായിപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ചൊവ്വ വെള്ളി വെച്ചിട്ട് ദൈവങ്ങൾ തുള്ളുന്നു, ശിവനാ പാർവതിയ മറിയം വന്നു, യേശു വന്നു, അള്ളാഹ് വന്നു പോണ ആൾക്കാർ. ഇതൊക്കെ അവനവൻ്റെ സംതൃപ്തിക്കാണെങ്കിൽ ഓക്കെ. അതൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടേക്ക് ആൾക്കാർ അവർ കരുതുന്നത് നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ച് പാരമ്പര്യ ദൈവസംഘത്തിൽ എന്താണ്, ദൈവങ്ങൾ അങ്ങനെ നിങ്ങൾ ഇത്രം വരച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണേ. അപ്പോൾ അയാൾ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ടാണ് പറഞ്ഞത് പുഴയുടെ വക്കത്ത് ബ്രഹ്മാവ് വന്ന് യാഗം നടത്തിയത്. ഇതൊക്കെ അന്ധവിശ്വാസം എന്ന്. ഈശ്വരൻ എന്നെ രൂപന്ന ഗന്ധന്ന മാതാന്ന പിതാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായി. മറ്റൊരു ഉപാധികൾ എന്ന മനുഷ്യത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ അറിവ് കൊണ്ട് ലോകത്തിന് നാശമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ലോകത്തിന് ഉപദ്രവമില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതിന് വേണ്ടി അത് ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ അത് വേണ്ടാന്നല്ല പോണതേ. അപ്പോൾ അവിടെ ആത്മീയത ബിസിനസ്സാണോ വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ എനിക്ക് ജീവിക്കാൻ പൈസ വേണം കുട്ടി, എനിക്കറിയുന്ന പണിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ട് കാര്യമല്ലേ പറഞ്ഞത് അല്ലേ? ഇതെന്റെ കൺസൾട്ടിംഗ് അല്ലേ? ശരിയാണെന്ന് പറയുന്നില്ലല്ലോ. എന്താണ് 100% ശരിയാണെന്ന് പറയുന്നില്ല. നമുക്ക് 100% ശരിയാണ് എന്ന് ബോധമുള്ള ഒരു കാര്യമല്ലേ നമ്മൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ ബോധ്യമല്ലേ പറഞ്ഞതേ. ദൈവം എന്ന് പറഞ്ഞ പ്രപഞ്ച സത്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തന്ത്ര എന്ന് പറഞ്ഞ ഉപാധി ഇതിനാന്ന് പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഇന്നതിനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മറിച്ച് അതിൻ്റെ വല്ല ചൂഷണ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണതേ. നിങ്ങളൊരു പ്രൊഡക്റ്റ് വെക്കുന്നു, ഇപ്പോൾ നിങ്ങൾ സോപ്പ് വെക്കുന്നു, അതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക, ഹാർപിക്സിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? ടോയ്ലറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ ലാസ്റ്റ് ഒരു പുള്ളി കാണാൻ പറ്റും സാധനം. ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. ഇത് ഞാനും പറയുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ഇത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ ഇപ്പം ഈ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ, ഒരു മുക്കറി, ആരും ആവട്ടെ, അല്ലെങ്കിൽ നമ്മളാവട്ടെ, ഈ വിൽക്കുന്ന സാധനം ഇപ്പോൾ പറഞ്ഞ ശിവൻ ബ്രഹ്മാവ് വിഷ്ണു എന്നൊക്കെ പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അദൃശ്യമായിട്ടുള്ള ആ ശക്തി അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടി നടക്കുമ്പോൾ ഉള്ള പ്രപഞ്ചത്തിൻ്റെ ആ അവസ്ഥയാണ് പറയുന്നതെന്ന്. ഓക്കെ, ഇത് ബ്രഹ്മ വന്ന് യാഗം നടത്തി എന്ന് പറയുന്നു, ശിവൻ അതാ കൈലാസത്തിലിരിക്കുന്നു എന്ന് പറയുന്നു, അള്ളാഹ് വന്നിട്ട് മുഹമ്മദിനോട് മാത്രം സംസാരിച്ചു, യേശുവിനോട് മാത്രം സംസാരിക്കുന്ന ഒരു പിതാവ്. യേശു പറഞ്ഞാൽ അത് ശരിയാണ്, അത് ഞാൻ പറഞ്ഞാലോ ചണ്ടളാവോട് പറയൂല. അപ്പോൾ അതെന്താ നിങ്ങൾ യേശുവിനോട് മാത്രമേ ഇയാൾ സംസാരിക്കുള്ളൂ, നിങ്ങൾ മുഹമ്മദിനോട് മാത്രമേ അള്ളാഹ് സംസാരിക്കുള്ളൂ? ഇന്നോട് സംസാരിക്കാറുണ്ട് അള്ളാഹ്, ഇന്നോട് സംസാരിക്കാറുണ്ട് ബ്രഹ്മം. ഇത് ഞാൻ പറഞ്ഞല്ല ആൾ ദൈവം. എന്താണ് ഈ സംസാരിക്കണേ? മുഹമ്മദ് പറഞ്ഞാൽ ഞാനും പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വേദഗ്രന്ഥത്തിലുണ്ടാവും, നിങ്ങൾ തിരഞ്ഞു നോക്കൂ. എനിക്ക് അറബി അറിയില്ലല്ലോ, എനിക്ക് അറാമി ഭാഷ അറിയില്ലല്ലോ. നമുക്കൊരു ട്രാൻസ്ലേറ്ററിനെ യൂസ് ചെയ്തിട്ട് അതിന് മുമ്പ് യേശു പറഞ്ഞതും ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ആയിക്കൂടാന്നില്ലോ. ഞാൻ യേശുവിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ പറയുന്നില്ല. അല്ല, ഞാൻ മോളല്ല, സ്വതവേ പ്രേക്ഷകരുടെ കാര്യമാണത്. ഈ ചോദ്യം ചെയ്യപ്പെടുന്നവർ യേശുവിന് പറയാം, മുഹമ്മദിന് പറയാം, കൃഷ്ണന് പറയാം. ഇപ്പോഴൊരു മനുഷ്യനെ ഉറഞ്ഞു പറഞ്ഞാൽ അത് പറ്റൂല, അത് ആൾ ദൈവമാണ്, അത് പറ്റിപ്പാണ്. അപ്പോൾ ടോട്ടൽ മതങ്ങൾ പറ്റിപ്പാന്ന് പറയല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പറയണം. അതതില്ല. ഇപ്പം ദൈവങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല, ഇപ്പം പ്രവാചകൻ ഉണ്ടാവാൻ പറ്റില്ല, ഇപ്പം ഗുരുക്കന്മാരുണ്ടാവാൻ പറ്റില്ല. അതെന്ത് മര്യാദയാ? അപ്പം ഞാൻ പറയും ഉണ്ടാവും. കാരണം ഞാൻ വരുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഇതൊന്നും ഒരു ദൈവം ഉണ്ടാവട്ടെ, ഇതൊന്നും ഒരു ഗുരു ഉണ്ടാവട്ടെ. നാരായണ ഗുരു കടുവേൻ്റെ ഒപ്പം ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിരോധമില്ല മോളെ. കടുവടൊപ്പം ഗുഹയിലിരുന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞാലോ? അതെന്ത് മര്യാദയാണെന്ന് ഞാൻ ചോദിക്കണത്. ഉടായിപ്പാണെങ്കിൽ എല്ലാവരും ഉടായിപ്പാന്ന് പറയണം, എന്നെ മാത്രം പറയണ്ട. ഞാനിത്ര അവകാശവാദത്തിന് വരുന്നില്ല, എന്നാലും പറയുകയാണ്. ഇവിടെ വെച്ചാൽ പരമ്പരാഗതമായി പറഞ്ഞതൊക്കെ ശരിയാണ്, ഇപ്പം പറയാൻ പറ്റില്ല. അങ്ങനെ ഭരണഘടന പാടുണ്ടോ? എനിക്കറിയില്ല. ശാസ്ത്രീയ അവബോധം വരുത്തണമെന്നൊക്കെ ആർട്ടിക്കിൾ 51 ഭാഗത്തെ പറയേണ്ടതുകൊണ്ട് എന്നിട്ട് ഇത് വേണ്ടില്ല. അപ്പോൾ അവിടെയാണ് എൻ്റെ അനുഭവം, എൻ്റെ ബോധ്യം. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഞാൻ പുസ്തകത്തിൽ നിന്നുള്ളതല്ല പറയുന്നത്, എൻ്റെ തിരിച്ചറിവ് എന്നാണ് പറഞ്ഞത്. ആ തിരിച്ചറിവ് എനിക്ക് നൽകുന്ന എൻ്റെ ബോധത്തിനാണ് ഞാൻ ശിവം എന്ന് പറയുന്നത്, ആ ബോധത്തിനാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത്. ആ ബോധം യൂണിവേഴ്സിൽ നിന്നുള്ള ബോധമാണ്, യൂണിവേഴ്സൽ ബോധത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അത് എന്നോട് നിത്യേന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. സൂപ്പർ പവറിനെ കുറിച്ചിട്ടല്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എനിക്ക് മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ച്, എനിക്ക് നാട്ടിലെ ആളുടെ വേദനയെക്കുറിച്ച് എനിക്ക് പറ്റുന്നത് ചെയ്യ്, എന്നെ പ്രവർത്തിപ്പിക്കുന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഓക്കെ, അത് എൻ്റെ ടൈമാണ്, എൻ്റെ ടൈമിനാണ് ഞാൻ പൈസ. അതിലിപ്പോൾ പൂജ പെർഫോം ചെയ്തിട്ടായിരിക്കാം, സംസാരിച്ചിട്ടായിരിക്കാം, പലതും ആയിരിക്കാം. എൻ്റെ ടൈമിന് എനിക്ക് പൈസ വേണം. സിനിമ അഭിനയിക്കുന്നവൻ അവൻ സിനിമ അഭിനയിച്ചിട്ട് എന്താ ലോകത്തിന് എന്താ ഗുണം? മറ്റേ മുജാഹിദ് വാലി ശരി പറഞ്ഞ പോലെ പാട്ടുപാടിയിട്ട് എന്ത് വേണം എന്ന് വെച്ചാൽ അതൊന്നും ഇല്ല എന്നല്ല വേണം കേട്ടോ. പക്ഷേ ചോദ്യമാണ്, സിനിമ അഭിനയിക്കണം. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ യേശുവിനെയും മുക്രീനെയും എല്ലാവരും എടുത്തു പറഞ്ഞല്ലോ, അവരാരും പൈസയ്ക്ക് വേണ്ടി ചെയ്ത ആൾക്കാരല്ല. അവരൊക്കെ ജീവിച്ചെങ്ങനെയാ? പട്ടിണിയാണോ?
അല്ല എവിടുന്ന് വൈറ്റിപ്പഴപ്പിന് വന്നിട്ട് വൈറ്റിപ്പഴപ്പിന് കിട്ടിയ ദിവസങ്ങളുണ്ട് ശിഷ്യന്മാര് കൊണ്ടുകൊടുത്ത സമയം അത്രേ എനിക്കുള്ളൂ. ശിഷ്യന്മാര് പൈസയായിട്ടല്ല കൊണ്ടുകൊടുത്തത്, അന്ന് പൈസ ഇല്ല, നാണയങ്ങളുണ്ട്. നാണയങ്ങളുണ്ട്, ഒറ്റ കൊടുത്തതും അറിയില്ലേ. ആ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം വസ്ത്രം ധരിച്ചത് എവിടുന്ന? യേശു വസ്ത്രം ധരിച്ചത്, കൃഷ്ണൻ വസ്ത്രം ധരിക്കുന്നത് എവിടുന്ന? കൃഷ്ണനുണ്ടായോ എന്നുള്ളതിന്റെ വിഷയം അതിന് പറയുകയാണേ. കുട്ടി എല്ലാ കാലത്തും മറ്റേ മോഹൻലാലാണ് ചക്കയായിട്ടും മാങ്ങയായിട്ടും തേങ്ങയായിട്ടും ഒക്കെ തരുതാണ് ദക്ഷിണാന്ന് മറ്റേ മഞ്ജു വാര്യർ പറയുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഉണ്ട്. ഇന്നത് പണമായി. ഇതെന്താ വെച്ചാൽ ഇതൊരു വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് തേടുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. ഇതൊരു സബ്ജക്റ്റാണ്. നിങ്ങളിതിന് പാരാസൈക്കോളജി ആയിട്ട് നിങ്ങൾ പുതിയ പേരിട്ടൊരു സാധനം ഇറക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ, അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ട് വേറെ സാധനം. ഞാൻ ട്രഡീഷണലി കൊണ്ടു നടക്കുന്ന സാധനം, ഞാൻ പഠിച്ച വിഷയം ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഇങ്ങനെ പോലെ കാണിക്കുമ്പോൾ എനിക്കത് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ മന്ത്രവാദം ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പം ബാബാജി പറയുന്നത് ഞാനത് പഠിച്ച ഒരു സാധനമാണെന്നാണ്. നേരത്തെ പറഞ്ഞത് എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പം രണ്ടും എങ്ങനെയാണ് കണക്ട്? പഠിച്ചത് പെർഫോം ചെയ്യുന്നതും പഠിക്കാതെ ഞാൻ പറയുന്ന എൻ്റെ ഉള്ളിൽ തെളിയുന്ന എന്നോട് ഈ പ്രകൃതിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന, പ്രകൃതിയിൽ നിന്ന് ഈ യൂണിവേഴ്സിൽ എനിക്ക് കിട്ടുന്ന അറിവും രണ്ടിനും ഒരു ആധാരം ഉണ്ടത് പഠിച്ചു വന്നപ്പോൾ യേശു നേരിട്ട് വന്നാണോ? യേശുവിനെ യോഹന്നാൻ ജ്ഞാനസ്നാനം ചെയ്യിക്കല്ലോ ചെയ്തു. അതെ, ആയിക്കോട്ടെ. ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ജോർദാൻ നദിയിൽ മുക്കണീനത്. ഇതിന് ഞങ്ങൾ ദീക്ഷ എന്നാ പറയാ. അപ്പൊ യേശു ദൈവപുത്രനായോ? എന്റെ ഗുരു ഇതുപോലെ തന്നെയാണ്. ഞാൻ 240 ദൈവപുത്രനായി തന്നെയാണ് ജനിച്ചത്. ജ്ഞാനസ്നാനം ചെയ്തതിന് ഞാനും ദൈവപുത്രനാണെന്ന്. ദൈവം ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ അള്ളാഹു ഞാൻ ദൈവപുത്രനല്ല എന്ന് പറയുന്നില്ല, ബാബാജി ദൈവപുത്രൻ ആയിക്കോട്ടെ, പക്ഷെ എന്തുകൊണ്ട് അത് പണത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. പണത്തിന് എവിടെ ചെയ്തു? എനിക്ക് ദക്ഷിണായിട്ട് മറ്റുള്ളവരുടെ കിട്ടുന്നത് അതെനിക്ക് വേണമെന്നാ പറഞ്ഞാണ്. എനിക്ക് ജീവിക്കണം, എനിക്ക് ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യണം, എനിക്ക് എന്താ പറയാ അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കണം. അതിൽ പറഞ്ഞ ദൈവം തരില്ലേ എന്നാണ് ചോദ്യം. യേശുവിന് കൊടുത്താ? കൊടുത്തല്ലോ. അതല്ലേ ശിഷ്യന്മാരായിട്ടൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്, അല്ലാതെ ചോദിച്ച് ഇത്ര പൈസ അല്ല. ആളുകൾക്ക് പണം വേണമെങ്കിൽ ദൈവം ദൈവത്തിന് കമ്മട്ടില്ല. കമ്മട്ടത്തിന്റെ വ്യവസ്ഥ സർക്കാർ വ്യവസ്ഥയിലാവുന്നത്. അതെന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ കമ്മട്ടത്തിൽ നിന്ന് അടിക്കുന്ന പണം പല രീതിയിൽ എൻ്റെ കയ്യിലേക്ക് വരുന്നു. ഞാൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. എനിക്ക് വേണ്ട, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. എനിക്ക് വസ്ത്രം എനിക്ക് ശിഷ്യർ വാങ്ങി തരുന്നു, ഞാനത് ഇടുന്നു. ഇതെല്ലാം ഇപ്പൊ ശിഷ്യർ വാങ്ങി തന്ന എനിക്കല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും വണ്ടി, ഞാൻ ഇവിടേക്ക് വന്ന വണ്ടി എൻ്റെ ഒരു ഭക്തൻ ചന്ദ്രസ്വാമി വിളിച്ചു, സ്വാമി ബാബാജിക്ക് എന്ന് പോകാൻ ഈ വണ്ടി കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഞാൻ പോകുന്ന പരിപാടിക്കൊക്കെ ആരെല്ലാം പറയുക ബാബാജിക്ക് എന്നെ വണ്ടി കൊണ്ടുപോയിക്കോളൂ, അതിൽ പോയിക്കോളൂ.